രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന ഡയലോഗ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം രേണുസുതിക്കും നിവിനും ജയിൽവാസം പുറത്തനുഭവിക്കുന്ന സരികയ്ക്കും നല്ല 8ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന രേണുവിനും നിവിനും നാരങ്ങയും നെല്ലിക്കയും കൊടുത്തിട്ടുണ്ട്. ജയിലിൻ്റെ പുറത്ത് 2 ഭരണിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് കിടക്കുന്ന രേണുവും നെവിനും ജയിലിൻ്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ നെല്ലിക്കയും നാരങ്ങയും എറിഞ്ഞ് പുറത്തിരിക്കുന്ന ഭരണിക്കകത്ത് നിറയ്ക്കുക എന്നതാണ് ടാസ്ക്. അപ്പോൾ അവരെറിയുന്ന നാരങ്ങയോ നെല്ലിക്കയോ പുറത്തേക്ക് ഭരണിക്കകത്ത് വീഴാതെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് സരിക വീണ്ടും എടുത്ത് ജയിലിൻ്റെ അകത്തുള്ളവരുടെ കയ്യിൽ കൊടുക്കുക. അങ്ങനെ വൺസ് അത് നിറച്ച് കഴിയുമ്പോൾ ക്യാപ്റ്റനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിൽ തുറന്നു കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു കടമ്പ് കൂടെ അവർ കിടക്കേണ്ടതുണ്ട്. ജയിൽ തുറന്നു കൊടുത്തു കഴിയുമ്പോൾ ഒരു ബസർ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുന്ന ഉടനെ തന്നെ അവർ ഓടിച്ചെന്ന് ഭരണിയുടെ നേരെ ഓപ്പോസിറ്റ് വെച്ചിരിക്കുന്ന മസാല കൂട്ടെടുത്ത് അവർ നിറച്ച ഭരണിക്കകത്ത് ഇടുക എന്നതാണ് ടാസ്ക്. അത് ഇട്ടിട്ട് ബസർ ശബ്ദം കേൾക്കുന്നതിന് മുൻപേ തന്നെ ജയിലിനകത്ത് തിരിച്ചു കയറുകയും വേണം. ഇവർക്ക് അത് മസാല നിറയ്ക്കാനുള്ള സമയം വെറും 5 സെക്കൻഡ് മാത്രമാണ്. ആദ്യം രേണുസുതി ഓടി വന്ന സമയത്ത് അവിടെ വീണു. ആദ്യം ആ ഒരു ടാസ്ക് ഫെയിലായി. അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് വീണ്ടും ആദ്യം മുതലേ റിപ്പീറ്റ് ചെയ്യണം. ഭരണിയിൽ നാരങ്ങ നിറയ്ക്കുന്നത് മുതൽ ആദ്യം ചെയ്യണം. അതുകൊണ്ട് അവരത് വീണ്ടും ചെയ്തു, പൂർത്തിയാക്കുന്നു. പക്ഷെ അത് 5 സെക്കൻഡിൽ കൂടുതൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും അവരത് പൂർത്തീകരിച്ചു. അപ്പോൾ ആദ്യത്തെ തവണ ഈ ഒരു ഭരണി നിറച്ചപ്പോഴാണ് രേണു ആ ഡയലോഗ് അടിച്ചത്, രേണുസുതി ഫ്ലവർ അല്ലടാ ഫയർ ആടാന്ന്. പക്ഷെ അത് കഴിഞ്ഞാണ് രേണു ഓടിപ്പോയപ്പോൾ വീണത്. എന്തായാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് വീണ്ടും വരാം.